പറയുന്നത് ആയത്തൊക്കെ ഓതി ലാ യഖാഫൂന ലൗമത്തലാഹിം, ആക്ഷേപകന്റെ ആക്ഷേപമൊന്നും പേടിക്കണ്ട. നമുക്ക് ജിന്ന് വേണം, ജിന്ന് കേന്ദ്രം വേണം, അതിന് ചികിത്സ ചെയ്യുന്ന കേന്ദ്രം വേണം, എന്നിട്ട് നബി പഠിപ്പിച്ച ചികിത്സ അവിടെ നടപ്പാക്കുകയും വേണം. എന്നിട്ട് നബി പഠിപ്പിച്ച ചികിത്സ എന്താണെന്നറിയോ? വിഷ്ടമിറക്കിയ ബുക്കായത്. ഇവരെന്താണെന്ന് പറയുക, മിണ്ടിയ പറയും. 3 അടിസ്ഥാനപരമായ 2-3 വാക്ക് ഇവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മൾ അസ്സലാമു അലൈക്കും, ഞങ്ങൾക്ക് ആ വാദമില്ല. വലൈക്കും സലാം പറയുക, അതാണ് സലാം മടക്കല്. ഞങ്ങൾക്ക് ആ വാദമില്ല, മനസ്സിലാക്കണം. പിന്നെ ശിർക്ക് ആരോപിക്കുകയാണ്, ഇല്ലാത്ത വാദം പറയാണ്. ഇത് ബുക്കാണ്. ഈ ബുക്കിൻ്റെ വില എത്ര എന്നറിയോ? 150 രൂപയാണ്. എൻ്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ 150 രൂപ കൊടുത്ത് വാങ്ങിയ ബുക്കാണ് ഇത് വെഡു മാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ സിമ്പലൊക്കെ ഉണ്ട്. 150 രൂപ കൊടുത്തിട്ട് പൂർണ്ണമായിട്ട് ഒരു തരത്തിൽ ഇളവ് കിട്ടാതെ 150 രൂപ കൊടുത്ത് വാങ്ങിയ ബുക്കായത്. ഈ ബുക്ക് വാങ്ങിയിട്ട് ഞാൻ കൊണ്ടുപോയി വായിച്ചു നോക്കുകയാണ്, പഠിക്കുകയാണ്. എന്താണെന്നറിയോ? കേരള ജംഇയ്യത്തുൽ ഉലമ നിലപാട് മാറ്റുന്ന ബുക്ക് വിസ്റ്റം എന്ന് പറയുന്ന വിഭാഗം ഇറക്കി ബുക്ക് വാങ്ങി 116-ാമത്തെ പേജ് എത്തുമ്പോൾ നബി പഠിപ്പിച്ച സ്വഹാബത്ത് ചികിത്സ എന്താണെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ്. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ചിലപ്പോൾ ബോധരഹിതനായി വീഴാറുണ്ട്. എവിടെ? ഫീമാ ബൈന മിംബരി റസൂലില്ലാഹി ഇലാ ഹുജറത്തി ആയിഷ. ആയിഷ ബീവിയുടെയും അവരുടെ ഹുജറയുടെയും മിമ്പറിൻ്റെയും ഇടയിൽ. അപ്പോൾ എൻ്റെ അടുക്കലേക്ക് ആളുകൾ, എൻ്റെ അടുത്തുകൂടി ആളുകൾ ഇങ്ങനെ നടന്നു പോകും. ഫയലഉ റിജ്ലഹു അലാ ഉനുഖി, അവരവരുടെ കാലെൻ്റെ പെരടിയിൽ വെക്കും. വയറാ അന്നി മജ്നൂൻ, എനിക്ക് ഭ്രാന്താണെന്നാണ് അവർ കരുതുന്നത്. പക്ഷേ ഒരിക്കലും മാ ബീ മിൻ ജുനൂൻ മാ ബീ ഇല്ലൽ ജൂ, എനിക്ക് ഭ്രാന്തായിരുന്നില്ല. വിശന്നിട്ട് ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാനിട്ട് ബോധം കെട്ട് വീണതാ ഞാൻ. ഈ ഹദീസ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിലെ അഹ്ലുസുഫത്ത് അനുഭവിച്ച ദാരിദ്ര്യത്തെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന, അവർ അനുഭവിച്ച പ്രയാസം അത് വിശദീകരിക്കാൻ കൊണ്ടുവന്ന ഹദീസ് വെച്ചിട്ട് അതിന് വ്യാഖ്യാനിച്ചതിൻ്റെ 117-ാമത്തെ പേജിൽ പറയാൻ, അബൂ ഹുറൈറയുടെ അരികിലൂടെ നടന്നു പോകുന്ന സ്വഹാബികൾ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ പെരടിയിൽ കാൽ വെക്കുന്നു. കാരണം അടിക്കുക എന്നത് ജിന്നു ചികിത്സ നടത്തി ജിന്നുകളെ പുറത്താക്കുന്നതിൽ പെട്ടതാണ്. മന്ത്രവാദി അടുക്കെ കൊണ്ടുപോയിട്ട് മന്ത്രവാദി പെരുക്കണ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ? കരുനാഗപ്പള്ളിയിലെ ഹസീനയെ ഇതുപോലെ ജിന്നു ബാധിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ദിവസങ്ങളോളം പട്ടിണി കിട്ടിയിട്ട് നടുവിനെ ചവിട്ടിക്കൊന്നത്. ഇന്ന് വരെ ഒരു മന്ത്രവാദിയും ബുഖാരിയിലെ ഹദീസ് തെളിവ് കൊണ്ടുവന്നിട്ടില്ല. പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഈ ബുക്ക് 150 കൊടുത്തൊന്ന് വാങ്ങി നോക്ക്. എന്നിട്ട് ഇവർ മറുപടി പറയട്ടെ. എന്നിട്ട് ഇത് കാണിച്ചാൽ ഇപ്പോഴെന്താ പറയുന്നറിയോ? എന്തിനാണ് ഇത് പറയുന്നത്? പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പടച്ചോനെ മുന്നിൽ വന്നിട്ട് എന്താ പറയാൻ പോണേ? പടച്ചോനെ, ഞങ്ങൾക്ക് ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ല എന്നല്ലേ? റബ്ബേ, ഞങ്ങളോട് ആരും ഇത് പറഞ്ഞിട്ടില്ല എന്നല്ലേ? ഞങ്ങൾക്ക് ഇത് അറിയില്ല എന്നല്ലേ? ഞാനിത് കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചതിന് ശേഷം പല ആളുകളും ചോദിച്ചു, ആ ബുക്കിന്റെ ഫോട്ടോ കോപ്പി ഒന്ന് കിട്ടോ? എന്തിനാ ഫോട്ടോ കോപ്പി? നിങ്ങൾ നേരെ വിസ്തത്തിലേക്ക് വിളിക്ക്, എന്നിട്ട് ബുക്ക് അയച്ചു തരാൻ പറയും. ഒരു 10 കോപ്പി വാങ്ങ്, കുറച്ച് പൈസ കൊടുക്കുന്നു, എന്നിട്ട് നോക്ക് മറിച്ച് ഇതുണ്ടോ ഇല്ലേ. അത് മൗലവി തട്ടിവിടുകയാണോ? ഈ വാദം നിങ്ങൾക്ക് ആര് പഠിപ്പിച്ചു? ഈ ലലാലത്ത് ആര് കൊണ്ടുവന്ന് തന്നു? എന്നിട്ട് മിണ്ടാ നടക്കുക. ഞങ്ങൾ ദഅവത്തിലാണ്. എന്ത് ദഅവത്ത് നിങ്ങൾ നടത്തുന്നത്? ലിബറലിസോ? നമുക്കൊന്നിച്ച് പറയാത്. ലിബറലിസോ ഒക്കെ നമുക്ക് ഒന്നിച്ച് പറയാം. അതിനിപ്പോ ജമാഅത്ത് ഇസ്ലാമിയും കൂട്ടിക്കോ, ഇനി അതിലെ സമസ്തക്കാരെയും കൂട്ടിക്കോ, ഹുദവികളെ കൂട്ടിക്കോ, സക്കാഫികളെ കൂട്ടിക്കോ. ലിബറലിസോ ഒക്കെ നമുക്ക് ഒന്നിച്ച് പറയാം. പക്ഷെ ഈ ലലാലത്ത് ഇത് വാങ്ങി വായിച്ച് പഠിച്ചിട്ട് നിങ്ങൾക്കറിയോ ഇതിൽപ്പെട്ട മക്കൾ എവിടെ പോയി വീണു എന്ന്? ഏത് ലലാലത്തിൽ പോയി വീണു എന്ന് ഞാൻ നിങ്ങളൊരു ശബ്ദ സന്ദേശം കേൾപ്പിക്കാം. ഇവരുടെ റാഖി ഗ്രൂപ്പിൽ നിന്ന് പുറത്തു വന്നൊരു ശബ്ദ സന്ദേശമാണ്. അതിൽ ഇന്നും ഇവരുടെ ഒരു ദാഇ സംസാരിക്കാൻ. എന്താ സംസാരിക്കണത്? നിങ്ങൾ കേട്ടോളൂ. 12-ാമത്തത് നിങ്ങളൊന്ന് നോക്ക്. ആ ദാഇ സംസാരിക്കുകയാണ്. നിങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫ്തുക്ക, നബീൽക്ക, എൻ്റെ മറ്റു സുഹൃത്തുക്കളെ, ജിനാസ്, പിന്നെ നിങ്ങളോട് എൻ്റെ കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ളൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഉണ്ടായൊരു അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ല എങ്കിൽ കൂടി ഞാൻ ഇഫ്തുക്കാനോട് പറഞ്ഞിരുന്നു, കോഴിക്കോട് ഒരു കേസ് ഉണ്ടായിരുന്നു, ആ കേസ് ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന്. പടച്ച റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ട് മാത്രം ബിഫളില്ല അവിടെ ചെല്ലാൻ കഴിഞ്ഞു. അതിനു മുമ്പേ ഞാൻ കശ്ഫുമായി ബന്ധപ്പെടുത്തി ഒന്നത് നോക്കിയിരുന്നു. ആ കശ്ഫിനിലൂടെ എനിക്ക് അന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഞാൻ പോകരുത് എന്നായിരുന്നു കശ്ഫിൻ്റെ ആൾ എന്നോട് നിർദ്ദേശിച്ചത്. കാരണം വലിയ ഡേഞ്ചറാണ് സഫ്വാൻ എന്നോട് എന്ത് ചെയ്തു, താക്കീത് നൽകി. അതേപോലെ ഇനി അത് അങ്ങനത്തെ ഇടപെടണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില
റിയാക്ഷൻസ് ആണ് കശ്ഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതോടെ ആ കശ്ഫിൻ്റെ കാര്യം നമ്മളവിടെ നിർത്തിവെച്ചു ആളുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞത് അവിടെ ചെന്നു, രാവിലെയും വൈകിട്ടും എന്ന മക്കള് അവര് പറയാണ് കശ്ഫിലൂടെ എനിക്ക് നീങ്ങി കിട്ടി, പോകരുത്, ഡേഞ്ചറാണ്. എന്നിട്ട് മൂപ്പര് അതൊക്കെ വകവെച്ചിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കി പോയി സാഹസം ചെയ്യാണല്ലോ. കശ്ഫിലൂടെ വെളിവായെങ്കിലും ഞാനിതാ പോവാണ്. അദ്ദേഹം പറയട്ടെ ബാക്കി. ഇനി അത് അങ്ങനത്തെ ഇടപെടണ്ട എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. കാരണം അത്രയും ഭീകരമായ ചില മുഖങ്ങളും ചില റിയാക്ഷൻസ് ആണ് കശ്ഫുള്ള ആൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. അതോടെ ആ കശ്ഫിൻ്റെ കാര്യം നമ്മളവിടെ നിർത്തിവെച്ചു ആളുമായി ബന്ധപ്പെട്ട്. ഞാൻ പറഞ്ഞത് അവിടെ ചെന്നു, രാവിലെയും വൈകിട്ടും ഫസ്റ്റ് ദിവസം ഓതി. ആ 3 ദിവസം ഓതുന്നതിന് മുമ്പ് ഞാനൊരു വട്ടം ചെന്നിരുന്നു. 2 ആഴ്ച മുമ്പ് അതിന് മുമ്പ് ചെന്നിരുന്നു. ഞാൻ ഓതിയപ്പോൾ 3 പെൺകുട്ടികളുണ്ട് വിവാഹം കഴിയാത്ത. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് ഓൾറെഡി നേരത്തെ അവരുടെ മാമന്മാരൊക്കെ പല സിഹറുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓതിയപ്പോൾ 3 പേരുടെയും ശരീരം പൊള്ളാൻ തുടങ്ങി. അമ്മയിൽ ചില ചേഞ്ചസ്, അമ്മ കോമയിലായിരുന്നു. കോമയിൽ നിന്ന് ഇറക്കിയിട്ട് കോമ എന്ന അവസ്ഥ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മയുടെ ചേഞ്ചസ് കാണാൻ തുടങ്ങി. 2ാമത്തെ ദിവസം എൻ്റെ 2ാമത്തെ കുട്ടിക്ക് ചില വെയിറ്റ് തലക്ക് വരാൻ തുടങ്ങി. പിന്നെ ചില ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടിയിൽ മിക്കവാറും കശ്ഫ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്തു, അന്ന് രാത്രി അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇന്ന കുട്ടിയിൽ അത് മിക്കവാറും നമ്മൾ പോണതിന് മുമ്പ് ഹാജറാവും. അപ്പോൾ നമ്മൾ ഓതുന്നതിനിടക്ക് ഏറ്റവും ഇളയ 2 പേര്, 2ാമത്തതും 3ാമത്തതും, അതിൽ 2ാമത്തെ കുട്ടിക്ക് ഒരു രൂപം കാണാൻ തുടങ്ങി. ഞാൻ നേരത്തെ കശ്ഫുള്ള ആളുടെ മുന്നിൽ കാണിച്ച രൂപം ഈ പെൺകുട്ടിയിലും കാണാൻ തുടങ്ങി എന്ന് പറയാൻ തുടങ്ങി. അതേപോലെ പല രൂപങ്ങളും. പിന്നെ ഇവരുടെ വീടിൻ്റെ അമ്മയുടെ റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ ഡോറും അമ്മയുടെ ബെഡ്റൂമിൻ്റെ ജനലും അതിൻ്റെ പുറം ഭാഗവും ഒക്കെയാണ് ഈ പെണ്ണിലേക്ക് തെളിഞ്ഞു വന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഓത്തവരുടെ തലക്ക് വെയിറ്റ് കൂടിയപ്പോൾ നിർത്തി. അപ്പോൾ 3ാമത്തെ ആൾക്ക് ഞാൻ വെള്ളം മന്ത്രിച്ചത് ഇങ്ങനെ മുഖത്തേക്ക് ഒഴിച്ചപ്പോഴേക്കും കാറിക്കൊണ്ട് നിലവിളിച്ചു ആശുപത്രിയിൽ വെച്ച്. കാരണം ആ കുട്ടിയിൽ ഈ ചെയ്ത ആളുടെ കരീനിൻ്റെ എന്തോ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. കാരണം 2ാമത്തെ പെൺകുട്ടി ഇവിടെ നിന്ന് ഫുൾ ഡീറ്റെയിൽ ഇങ്ങനെ കണ്ണടച്ച് വിശദീകരിക്കുകയാണ്. അപ്പോൾ 3ാമത്തെ പെൺകുട്ടി, ഏറ്റവും ഇളയ പെൺകുട്ടി അവിടെ നിന്ന് പറയാണ്, കണ്ടുപിടിക്കില്ലടാ, നീ കണ്ടുപിടിക്കില്ലടാ, എടാ സഫാന, നീ കണ്ടുപിടിക്കില്ല. അവസാനം തൂണൊക്കെ മാറി ആ പെൺകുട്ടിയുടെ. പിന്നെ കുറച്ച് 1/2 മണിക്കൂർ എടുത്ത് ആ പെൺകുട്ടി റിക്കവറി ചെയ്ത് വരാൻ വേണ്ടി. പക്ഷെ 2ാമത്തെ പെൺകുട്ടി നമ്മൾ അതിന് ശേഷം 2ാമത്തെ ഒരു സിറ്റിങ്, ഏറ്റവും ലാസ്റ്റ് 3ാമത്തെ ദിവസത്തെ അവസാനത്തെ ഓത്ത് കഴിഞ്ഞ് ഒന്നുകൂടി ഇരുന്നു. ഒരു 10:30 സമയം രാത്രി. അങ്ങനെ ഇരുന്നപ്പോഴേക്കും പെൺകുട്ടി ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാൻ തുടങ്ങി. അവരുടെ വീട് മൈസൂർ ബാംഗ്ലൂർ റോട്ടിലാണ്. അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അവർ പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിൻ്റെ തലക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല. പെണ്ണ് അവസാനം പറഞ്ഞു, സഫാൻ നിർത്തു, എനിക്ക് വയ്യ, എൻ്റെ തല വെട്ടിപ്പൊളിയുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഈ പെണ്ണ് എന്ത് ചെയ്യാണ്, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് കൃത്യമായ കാര്യങ്ങൾ പറയണം. അതിലേറ്റവും മർമ്മപ്രധാനമായ സിഹിറിനെ പറ്റി പറഞ്ഞപ്പോൾ ഉറങ്ങിക്കിടന്ന വെച്ചാൽ അമ്മ ഞെട്ടി അങ്ങ് എഴുന്നേറ്റു, കണ്ണ് തുറന്നു. അപ്പോഴേക്കും അവിടെ ഇരുന്നവർക്കൊക്കെ ആ ഞെട്ടലൊരു ഫീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതങ്ങ് അവസാനിപ്പിച്ചു. അതിനുശേഷം നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് 1 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ, പ്രാർത്ഥിക്കുക അതെടുക്കാൻ വേണ്ടി. പക്ഷേ പിറ്റേത്തെ ദിവസം പോലെ അമ്മക്ക് പണി കൂടി. ഈ കശ്ഫ് വന്ന പെണ്ണിനാകട്ടെ, പെണ്ണിന് വല്ലാത്ത പ്രയാസവും ഇതും വന്നു. അപ്പോൾ ഞാൻ ഓഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചെവിയിലേക്ക് ഓഡിയോ വെച്ചത് മുതൽ അമ്മയും ആ പെൺകുട്ടിയും ഉഷാറായി. അപ്പോൾ ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റിലുണ്ടായ ഒരു അനുഭവമാണ്. അടുത്ത് സ്വന്തം മക്കളെ വിളിച്ചിരുത്തിയപ്പോൾ മക്കളിലേക്ക് എന്ത് ചെയ്തു, ആ കശ്ഫ് റബ്ബ് കൊണ്ടുവന്നു. അങ്ങനെ നെയ്യത്ത് വെച്ച് തന്നെയാണ് റബ്ബിൻ്റെ തൗഫീഖോടുകൂടി ഞാൻ ഓതിയത്. കാരണം ഈ കുഫറിന് കൂട്ടിപ്പടയ്ക്കുന്നതാരെന്നൊരു പടച്ചോനെയാണ്, പടച്ചോൻ കൊണ്ടുവന്നു. ഈ കുഫറാണിത്. ഈ ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാ തൽസമാത്ത്. ഈ ചെയ്യുന്ന പണിക്ക് പറയുന്ന പേരാ മന്ത്രവാദം. മനസ്സിലായോ? എന്റെ ബിഫദ്ലില്ല എന്ന് പടച്ചോന്റെ പേര്. കുഫറിനെ, ഈ പച്ച കുഫറിന് ബിഫദ്ലില്ല. ഇത് ചെയ്തവനാരാ? ഇത് ചെയ്തവനാരാ? ഇന്നും വിഷ്ടത്തിലുള്ള ഒരാളാണ്. ഈ മക്കളെ കൊണ്ട് ഇത് ചെയ്യിച്ചതാരാ? ഈ ഒരു ലലാലത്തിലേക്ക് കൊണ്ടുപോയതാരാ? എന്റെ കൈമറത്തുന്നോ? ഈ ശൈത്താൻ നരകത്തി എത്തുമ്പോ പറയലോ, എല്ലാരും കൂടെ ശൈത്താനെ നേരെ കണ്ണുരുട്ടുമ്പോ, ഇവിടെ പഹ്യ ഇതല്ല എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ എന്താ പറയണേ? ഞാൻ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ, എനിക്കൊന്നുമില്ല, നിങ്ങളെ പഠിച്ചാൽ മതി എന്ന് ശൈത്താൻ പറയണത് പോലെ ഇപ്പൊ പറയണ ഞങ്ങൾക്ക് ആ വാദം തന്നെയില്ല. ഇത് എവിടുന്ന്, പിന്നെ എങ്ങനെ ഉണ്ടായി ഇത്തരം ആളുകൾ? ഈ കശ്ഫ് എവിടുന്ന് വന്നു? കശ്ഫിലൂടെ വെളിവാകുന്ന കാര്യം വിശ്വസിച്ചാൽ ഷെയ്ഖ് അൽബാനി, നീ കശ്ഫ് എന്ന് പറഞ്ഞില്ലേ, ഒരാളിലൂടെ അയാളുടെ
അയാൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലൂടെ ജിന്നിങ്ങനെ സംസാരിക്കുക, അതിങ്ങനെ ഇയാൾ കേൾക്കുക, ആ പറയുന്നത് ഹക്കാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ കാഹിനിന്റെ അടുക്കൽ പോകുന്ന അതേ ഹുക്കുമാണ് ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് എന്ന് പറയുന്ന ഹുക്കുമ തന്നെയാണ് അവനും ബാധകമെന്ന് ഷെയ്ഖ് അൽബാനി അദ്ദേഹം രേഖപ്പെടുത്തി വെച്ച രേഖയില്ലേ. കുഫ്ർ ചെയ്യുന്നു മനുഷ്യൻ, ദലാലത്ത് ചെയ്യുന്നു മനുഷ്യൻ. നിങ്ങൾ നോക്ക്, ഒരു വാദം, ആ വാദത്തിൽ പിടിച്ചു പോയി അതിന് ആയത്ത് ഓതി ദുർവ്യാഖ്യാനിച്ച് തെളിവുണ്ടാക്കാൻ ശ്രമിച്ച സ്വഹാബികളെ കൊണ്ട് വന്ന് വെച്ച് അവസാനം ശുദ്ധ മന്ത്രവാദം. ഇത് മന്ത്രവാദമല്ല, ദീൻ കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നത്, ആയത്ത് കൊണ്ടോ ഹദീത്ത് കൊണ്ടോ സ്വഹാബികളെ കൊണ്ട് നിങ്ങൾ തെളിയിക്കുന്നത്, സലഫുകളെ കൊണ്ട് തെളിയിക്ക്, സലഫികളെ കൊണ്ട് തെളിയിക്ക്. ഈ മന്ത്രവാദം ആരാണ് നിങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നത്? 10 കൊല്ലാട്ട് മുജാഹിദ് പ്രസ്ഥാനം ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ട് പഠിച്ചാണ് അത്ര ഇത്. 10 കൊല്ലാട്ടെ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചു കൊടുത്ത് പഠിപ്പിച്ചാണ് ഇത്ര ഇത്. എവിടുന്ന് കിട്ടിയടാ നിനക്കിത്? ഈ ഈമാൻ ഈ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുകയും അവരെ ഈ രൂപത്തിലാക്കുകയും ചെയ്ത ആളുകൾ ആരാ? എന്നിട്ട് ഞാൻ ബുക്കെടുത്ത് കാണിച്ചു, ഈ ആളുകളെ അടിച്ചു ചികിത്സിക്കാനും അവരെ ആക്രമിക്കാനും രോഗികളെ ആക്രമിക്കാനും ബുഖാരിയിലെ ഹദീസ് അത് രേഖയാക്കി എടുത്തു വെച്ച് ബുക്കാക്കിയിട്ട് 150 രൂപ കൊടുത്ത് വാങ്ങേണ്ട ഗതികേട്. എന്നിട്ട് ആ ബുക്കാക്കി വിറ്റുകൊണ്ടിരിക്കുമ്പോഴും ഇവർ നമ്മളോട് ചോദിക്കുക, ആർക്കാണ് വാദം? ഇവന് മൈക്ക് കെട്ടിക്കൊടുക്കുന്നവൻ ആരായിരുന്നാലും, ഇവനെ കൊണ്ട് പ്രസംഗിപ്പിക്കുന്നവൻ ആരായിരുന്നാലും, ഈ സമൂഹം ആ സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ ദലാലത്ത് പടച്ചുവിടുന്നവൻ ആരായിരുന്നാലും റബ്ബിന്റെ കോട്ടിൽ മറുപടി പറയണം. തൗഹീദിനെതിരെയും തൗഹീദി പ്രസ്ഥാനത്തിനെതിരെയും ഇടപെട്ടതിന്റെ പേരിൽ, തൗഹീദിനെതിരെയും തൗഹീദി പ്രസ്ഥാനത്തിനെതിരെയും സംസാരിച്ചതിന്റെ പേരിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് പോര്. ഇത് ഏകപക്ഷീയമായ പ്രസംഗമൊന്നുമല്ല. മൗലവി എന്തോ വന്ന് അടിച്ചു വിട്ടുപോയി, മൗലവിയുടെ ക്ലിപ്പും കുറേ ഉണ്ട്, മുമ്പത്തെ ക്ലിപ്പ്, അങ്ങനെയൊക്കെയാണ് ഇവർ പരിഹാരം കാണുന്നത്. എൻ്റെ ക്ലിപ്പൊക്കെ ഇട്ടിട്ടാ പരിഹാരം കാണുന്നത്. ആ ക്ലിപ്പിട്ട് പരിഹാരത്തിന് നിൽക്കണ്ട, നേരിട്ട് വാ, ജസദോടെ വാ, നമുക്കിരിക്കാം. നമുക്ക് പഴയ വേലിയേറ്റൊക്കെ പോയാലോ, പണ്ട് കസേര കളി എന്നൊക്കെ പറയല്ലോ, ഇപ്പൊ അവനവന്റെ കസേരയൊക്കെ ഉറപ്പിച്ചില്ലേ, ഇനി വന്നിരിക്ക്. ആദർശം കൊണ്ട്, തെളിവ് കൊണ്ട്, ദീനിന്റെ ഇബാറത്തുകൾ കൊണ്ട്, അടയാളങ്ങൾ കൊണ്ട് സംവദിക്കാൻ വന്നിരിക്ക്. വെല്ലുവിളിക്കല്ല, നിങ്ങളെ വെല്ലുവിളിക്കാനും മാത്രമില്ല, വെല്ലുവിളിക്കൊന്നുമല്ല, നേരെ മറിച്ച് ഈ ദലാലത്ത് ഇനി നമ്മൾ മരിച്ചു, ഈ തലമുറ മരിച്ചു. ഇവരിത് ബുക്കാക്കി എന്തിനാണെന്നറിയോ? അടുത്ത തലമുറക്ക് കൈമാറാനാ. ഇത് രേഖയാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാ ശൈത്താൻ ഇവരോട് പറഞ്ഞു, രേഖയാക്കി വെക്ക്, ഞാനും നിങ്ങളും മരിച്ചു പോകും, ഈ തലമുറ മരിച്ചു പോകും, ഇത് കണ്ടു നിന്ന ആളുകൾ മരിച്ചു പോകും, ഇത് അബദ്ധവാദമാണെന്ന് പറഞ്ഞവരൊക്കെ മരിച്ചു പോകും. ഈ ബുക്ക് ഇവിടെ ജീവിക്കും, അടുത്ത തലമുറ രേഖയാക്കും, തെളിവായി കൊണ്ടുവരും. എന്നിട്ട് എവിഡൻസ് സോഴ്സ് എന്നൊക്കെ എഴുതി വെക്കും. എന്നിട്ട് ആ തലമുറ പറയും, നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു പോയതാണിത്. അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് ഇവരുടെ പ്രസംഗങ്ങളൊക്കെ. ഒരുപക്ഷെ യൂട്യൂബ് നിരോധിച്ചാലോ, യൂട്യൂബ് പോയാലൊക്കെ അങ്ങോട്ട് പോകും. പക്ഷെ ഈ ബുക്ക് ഇവിടെ ബാക്കിയാകണം. അതിനു വേണ്ടി അത് രേഖയാക്കി കൊണ്ടുവന്നു. എന്നിട്ട് ഇവർ ചോദിക്കുന്നു, എവിടെ? ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾ ദഅവത്തിലല്ലേ? ദഅവത്തിലല്ല, ലലാലത്തിലാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവിടെ നിന്ന് പിന്മാറണം, പിന്തിരിയണം. ഈ സമൂഹത്തോട് ഇത് വെച്ചുകൊണ്ട് ഇത് ശരിയല്ല, ഇത് ലലാലത്താണ് എന്ന് നിങ്ങളുടെ ബുക്ക് ഉയർത്തി നിങ്ങൾ പറയണം. 63 പണ്ഡിതന്മാരെ കൊണ്ട് ഒപ്പിടിച്ചു എന്നാ അവന്റെ ചോട്ടി പറയണേ. ഈ ലലാലത്തിനെ 63 പണ്ഡിതന്മാരെ കൊണ്ട് ഒപ്പിടിച്ചു. എന്നിട്ട് ഒപ്പും വാങ്ങിയിട്ട് കശ്മിന് പോവാണ്, മന്ത്രവാദത്തിന് പോവാണ്, അമ്മയുടെ അടുക്കൽ പോയിരിക്കാണ്. അമ്മയും 2 പെൺമക്കളെയും പോയിട്ട് ഇവൻ ഊതി മുസ്ലിമാക്കാൻ നോക്കുകയാണ്.